വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. ഈ ഫോട്ടോയിൽ കാണുന്നത് തരുൺ എന്നുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഈ ചെറുപ്പക്കാരനെ കുറച്ച് ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ മാർച്ച് 4-ന് ഇതിൻ്റെ ഹോളി ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോളി ആഘോഷം നടത്തുമ്പോൾ കളർ ബലൂൺ എടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. എടുത്തെറിഞ്ഞപ്പോൾ താഴെ കൂടെ നടന്നു പോണ ഒരു മുസ്ലിം സ്ത്രീയുടെ മേത്തത് കൊണ്ടു. ആ കളർ ഡ്രസ്സിലായി. അങ്ങനെ വഴക്കായി. ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർ ഒന്നിച്ചു വന്നിട്ട് ആൾക്കൂട്ടാക്രമണം. ഈ യുവാവ് അതിലുണ്ടായിരുന്നില്ല, ഈ യുവാവ് അതിലൊരു പങ്കുമില്ല. പക്ഷേ അതിക്രൂരമായിട്ട് ഈ യുവാവിനെ എല്ലാവരും കൂടി അടിച്ചു. ആ അടിയിൽ യുവാവ് മരിച്ചു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടന്നത്. പക്ഷേ പിന്നെ നടന്നത് വളരെയധികം ഞെട്ടിക്കുന്ന സംഭവമാണ്. ആ പ്രതികളായ ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. അവ നാട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ തകർത്തു. ബജ്റംഗ് രംഗത്തിറങ്ങി. ആ അച്ഛൻ പറയുന്നത് ഇതിനെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഒക്കെ തകർത്തു പ്രതികളായ ആളുകൾ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കൊലയാണ്. ഒരു ചെറിയ നിസ്സാരമായൊരു പ്രശ്നം, പരിഹരിക്കേണ്ടുന്നൊരു പ്രശ്നം. പക്ഷേ അതൊരു മതവെറിയായിട്ട് മാറി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വിശ്വസിക്കാൻ കൊള്ളാത്ത വളരെ വൃത്തികെട്ട വർഗ്ഗമാണ് മുസ്ലിങ്ങൾ എന്ന രീതിയിലാണ് ഈ വാർത്ത പ്രചരിച്ചത്. ഇത് സംഭവം ഡൽഹിയിലാണ് നടന്നത്. ഏതായാലും ഈ സംഭവം പ്രചരിക്കുന്ന ആളുകളുടെ അറിവിലേക്ക് ഞാനൊരു കുട്ടീനെ കാണിച്ചു തരാം. 13 വയസ്സുള്ളൊരു കുട്ടി, ഉനൈസ് എന്നാണ് പേര്. ഉനൈസ് നോമ്പ് തുറക്കാനായപ്പോൾ ഓൻ്റെ അതേ പ്രായത്തിലുള്ള കൂട്ടുകാർ വന്ന് വീട്ടിലേക്ക് വരികയാണ്. ഉനൈസ് വായുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. യു.പിയിലെ ലഖ്നൗവിലാണ് സംഭവം. ഉനൈസിൻ്റെ വീട്ടുകാർ പറഞ്ഞു, മോനെ ഇപ്പോൾ പോട്ടെ, നോമ്പ് തുറക്കാൻ സമയമില്ല. ഇല്ലമ്മ, ഞാൻ വേഗം പോയിട്ട് വരാം. കാരണം കൂട്ടുകാരിലുള്ള വിശ്വാസമാണ്. കൊണ്ടുപോയിട്ട് പിന്നെ ഈ പാവം ഉനൈസിൻ്റെ ഉപ്പ കേൾക്കണ ഒരു വാർത്ത, ഉനൈസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നാണ്. ഉപ്പ ഓടി ചെന്നുമ്പോൾ കാഴ്ച ഈ ഒരു പോയിൻ്റ് ബ്ലാങ്കിൽ വെടി കൊണ്ടിട്ട് മരണപ്പെട്ട് കിടക്കുന്നൊരു മകനെ. എന്താ സംഭവം? ഇവർ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇവനെ പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ മതം. അവൻ്റെ ഉപ്പ കണ്ണീരോടുകൂടി ചോദിച്ചു, ഇതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കില്ലേ? എൻ്റെ മകൻ്റെ ഫ്രണ്ട്സുമായിട്ട് പല ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവനെ കൊണ്ടുപോയിട്ട് പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നൊരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ഈ വെടിവെച്ച് കൊന്ന കുട്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയുടെ കുടുംബമാണ്. അപ്പോൾ പോലീസ് അത് അബദ്ധമാക്കി മാറ്റി. ഒരു പ്രതിയുടെ വീടും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ കലാപകാരികളാണ്, ഒന്നിനും കൊള്ളാത്ത വർഗ്ഗമാണ്, വൃത്തികെട്ട വർഗ്ഗമാണ് എന്ന് ഈ തരുണിൻ്റെ കൊലപാതകത്തെ തുടർന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. എന്താണ് നമ്മുടെ നാട്ടിൽ രണ്ട് നീതി? ഒരേ സംഭവം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒഴിവാക്കപ്പെടേണ്ട ഒരു ദുരന്തം. അത് എന്താ പറയുക, ആൾക്കൂട്ടാക്രമണം. എന്നിട്ട് അതൊരിക്കൽ പോലും ഒരു മതത്തിൻ്റെ പേരിലുള്ളതല്ല. കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മതമാണ് അതിൻ്റെ റീസൺ ആയിട്ടുണ്ടാവാം. അപ്പുറത്തുള്ളവൻ്റെ ആഘോഷം ഒരു റീസൺ ആയിട്ടുണ്ട്, അപ്പുറത്തുള്ളവൻ്റെ മതം ഒരു റീസൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യാത്തത്? അതാണ് നമ്മുടെ നാട്ടിലെ നീതി. കുറച്ച് മുൻപാണ് ഡൽഹിയിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഈ നോമ്പിന് മുൻപ് തന്നെ ഒരു കുട്ടീനെ എല്ലാവരും കൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞൊരു മുസ്ലിം കുട്ടിയുടെ വാപ്പ ചെന്ന് ഓടിച്ചെന്നതോട് കൂടിയിട്ട് ആ വാപ്പാനെ വെടിവെച്ചങ്ങോട്ട് കൊന്നു. ആ വീട്ടുകാർ അയാളുടെ വീട് തകർത്തോ? ഒന്നും ഉണ്ടായിട്ടില്ല. അയാളുടെ വീടിന് പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്, അത് ബീഫ് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് പറഞ്ഞ് അതിലാളെ തല്ലിക്കൊന്നു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, മുസ്ലിമാണോ? അവനക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പണ്ഡിതന്മാരെന്താ പറയും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ മനസ്സമാധാനം, ഇവിടെ ഭയങ്കര സ്നേഹം. നമ്മുടെ ഉള്ളിൽ ഭയങ്കര വർഗീയതയാണ്. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അങ്ങനെയാണ്. ആദ്യം പറഞ്ഞ തരുണിൻ്റെ സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയ മുഴുവനും മുസ്ലിങ്ങളെ കൊള്ളക്കാരാക്കി ചിത്രീകരിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഉനൈസിൻ്റെ കാര്യമുണ്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഡൽഹിയിൽ ഇതേ കാണുന്ന ഡൽഹിയിൽ ഒരു മകനെ മർദ്ദിക്കുന്നത് അറിഞ്ഞിട്ട് ഓടിച്ചെന്ന വാപ്പാനെ വെടിവെച്ചു കൊന്നത് പറയില്ല. കാരണം അത് ഞങ്ങളുടെ പാർട്ടിക്കാരല്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നീതി എന്ന് പറയുന്നൊരു സാധനം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും മനുഷ്യനാണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരണ്ടേ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ ഒരു വിഭാഗം യൂട്യൂബേഴ്സ്, ഒരു സോഷ്യൽ മീഡിയ ഇതിൽ ഞങ്ങളുടെ ആൾ അത്രയേ ഉള്ളൂ. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം. പക്ഷേ നമ്മൾ ജാതിപരമായിട്ട് മതപരമായിട്ട് വിജയിക്കപ്പെടും. ഇനി ഒരുപാട് സംഭവം എടുത്ത് നോക്കിക്കോ. മുസ്ലിം ആളുകളെ നിങ്ങൾ ബുൾഡോസ് ഇതിനെ പശുക്കടത്താണെന്ന് പറഞ്ഞ്, മാംസക്കടത്താണെന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന ആളുകളുടെ വീടുകളിലേക്ക് ബുൾഡോസർ പോവില്ല. ബുൾഡോസർ രാജ് വളരെ വൃത്തികെട്ടൊരു ഏർപ്പാടല്ലേ? ഒരാളൊരു പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിക്കെതിരെ നിയമം അനുശാസിക്കുന്ന ശിക്ഷകളുണ്ടാവണം. ഇപ്പോൾ ഈ നോമ്പിന് ഒരു എക്സ് മുസ്ലിം, അതും യു.പിയിലാണ്,
ഈ എക്സ് മുസ്ലിമും ഇസ്ലാമിനെ നന്നായിട്ട് കളിയാക്കും, പരിഹസിക്കും. അതിനാരോ വീട്ടിൽ കയറി കഴുത്തറുത്തു, ആൾ മരിച്ചില്ല. പക്ഷെ ആ പ്രതികളായ 2 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. അവരുടെ വീടുകൾ തകർത്തു. ഇവിടെ നിയമം വേഗത്തിൽ നടപ്പിലാവും, പക്ഷേ പ്രതികൾ ആരാവണം? മുസ്ലിങ്ങളാവണം. ഇനി ഇരകൾ മുസ്ലിങ്ങളാണോ? അത് കയ്യബദ്ധോ അങ്ങനെയൊക്കെ ചിത്രീകരിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇതൊരു ദുരവസ്ഥയായിട്ട് തോന്നാത്തവരുണ്ട് ഇപ്പോഴും. ഞങ്ങളുടെ മതക്കാർ, ഞങ്ങളുടെ പാർട്ടിക്കാർ, അതിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ ഒന്നാണെന്ന് ചിന്തിക്കണം. നീതി എല്ലാവർക്കും വേണം. നാട്ടിൽ സമാധാനം സന്തോഷം ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ മത്സരമുണ്ട്. നമുക്ക് മത്സരാർത്ഥികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها فقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب الحكيم أكان للناس عجبا أن أوحينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم. ആ കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ മത്സരം ഇന്നലെ ഞാനൊരു നോമ്പ് തുറയായിട്ട് കോഴിക്കോടായിരുന്നത് കൊണ്ട് നമ്മൾ ഇന്നത്തെ മത്സരം വീഡിയോ പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ എല്ലാവരും കുട്ടികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം.